അങ്ങനെ അലീനനെ രക്ഷപ്പെടുത്തി ആ, ബാലന്ദനാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശേഷം ശിവനും അതുപോലെ രാജീവിനുള്ളത് കണക്കിന് കൊടുക്കുന്നുണ്ട്. മനു ആണെങ്കിലോ അവരെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ള ശേഷം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാണ്. അലീനയാണെങ്കിലോ അവളുടെ മനസ്സിൽ അപ്പോഴും ഒരു വിങ്ങലുണ്ടെന്ന് വെച്ചാല് അവളുടെ അമ്മയാണെന്ന സത്യം അവൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെങ്കില് അവളുടെ അച്ഛനാണെന്ന സത്യം, അച്ഛൻ ആരാണെന്ന് ഇതുവരെ അലീനയ്ക്ക് അറിയില്ല. അപ്പൊ അവൾ ഓർക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഗംഗേട്ടനല്ലേ. അപ്പൊ ഗംഗേട്ടനോട് തന്നെ ആ കാര്യത്തെപ്പറ്റി ചോദിക്കാന്ന് അവൾ കരുതാണ്. അങ്ങനെ ഗംഗേട്ടൻ ഇരിക്കുന്നിടത്തേക്ക് അലീന ചെല്ലുന്നുണ്ട്. അലിനെ കാണുമ്പം ഗംഗേട്ട് ചോദിക്കാണ്, എന്താ മോളെ, എന്തെങ്കിലും പറയാനുണ്ടോ? മോൾ ആകെപ്പാടെ പേടിച്ചു പോയല്ലേ. അവന്മാരെ തലതിരിഞ്ഞ ബുദ്ധിയാ, എന്ത് ചെയ്യാനാ. വൈജിക്ക് വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടായിരുന്നു. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. മോളൊന്നും കാര്യാക്കണ്ട. ഏയ് ഇല്ലങ്ങൾ, അങ്ങനൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. എന്തായാലും സത്യങ്ങളിപ്പോ ഇവരെല്ലാം അറിഞ്ഞല്ലോ. എനിക്കിപ്പോ ആരൊക്കെ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ട്. ഇത്രയും ദിവസം എന്നെ കടിച്ചു കയറി കൊല്ലാമെന്ന എന്റെ അമ്മാമാര് തന്നെ എന്നെ ഇപ്പൊ തിരിച്ചറിഞ്ഞപ്പോ ഒരു സമാധാനമുണ്ട്. അപ്പൊ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ ഒരിക്കലും മോളുടെ അമ്മ ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. വൈജ അറിഞ്ഞുള്ള ഭവിഷ്യത്തുകളെ പറ്റി മോക്കറിയാലോ. അവളിനൊരിക്കലും ജീവനോടെ ഇരിക്കില്ല. അത് മാത്രല്ല, ബാലേന്ദ്രന് പറഞ്ഞു അങ്ങനെ വൈജ അറിയുന്ന നിമിഷം അവളുടെ ഭർത്താവെന്ന സ്ഥാനത്തുനിന്ന് അവൻ പിന്മാറൂന്ന്, അവളെ ഡിവോഴ്സ് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും മോള് കാരണം ഉണ്ടാവാൻ പാടില്ല. 10-23 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവും ഭാര്യ, അവർക്ക് 3 കുട്ടികളും ഉണ്ട്. മോള് കാരണം അവരുടെ ജീവിതം തകരരുത്. ഇല്ല, ഒരിക്കലുമില്ല. സത്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കാനാ ഞാൻ മാക്സിമം ശ്രമിച്ചത്. പക്ഷെങ്കില് ഞാനും രേവതിക്കുട്ടി തമ്മിലുള്ള കോണ്ടാക്റ്റും ആ സംസാരവും റെക്കോർഡൊക്കെ അച്ഛൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചു. ആ റെക്കോർഡൊക്കെ കേട്ടാ അച്ഛൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അച്ഛൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ഞാൻ അറിയാനും കുറെ വൈകി. അതറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കും എന്നെ പറ്റിയുള്ള ആൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളായിരുന്നു ഇതെല്ലാം. അതിപ്പോ കൃഷ്ണമോളും മനുവേട്ടനും ഒക്കെ അറിഞ്ഞു. അതിനുശേഷം നിങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പോ എനിക്ക് നല്ല പേടിയുണ്ട്. ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് എവിടേക്ക് ചെന്നെത്തുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഗംഗേട്ട പറയാണ്, ഈ സത്യങ്ങൾ അറിഞ്ഞാൽ ഉറപ്പായും വൈജ ആത്മഹത്യ ചെയ്യുമ്പോളെ എനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പോഴാണ് ഞങ്ങൾ പോലും അറിഞ്ഞത് മോള് ഇതുവരെ മരിച്ചിട്ടില്ലെന്ന്. മോളെ ഓർഫനേജിലാക്കിയത് അച്ഛനും അച്ഛന്റെ സുഹൃത്തും കൂടിയാ. അന്ന് ഞങ്ങളോടും പറഞ്ഞത് മോള് മരിച്ചു പോയെന്നാ. ഒരു പെൺകുഞ്ഞുണ്ടായി, അത് മരിച്ചു പോയെന്നാ അന്ന് അദ്ദേഹം പറഞ്ഞത്. മോളുടെ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്ന് അവക്ക് അബദ്ധം സംഭവിച്ചു. അയാളുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു മോളുടെ അമ്മയുടെ തീരുമാനം. പക്ഷേ അവൻ ലാസ്റ്റ് ചതിച്ചിട്ട് പോയി. പിന്നീട് അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാ ഞങ്ങൾ എല്ലാം കൂടെ കൂടിയിട്ട് അവളെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അവളെ വേറെ വിവാഹം കഴിപ്പിക്കാനും തീരുമാനിച്ചത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടായി അവളെ പ്രസവിപ്പിക്കുകയായിരുന്നു. എന്നാൽ പ്രസവത്തോടു കൂടി കുഞ്ഞ് മരിച്ചുപോയെന്ന് അച്ഛൻ കള്ളം പറയായിരുന്നു. അതിന് കാരണം വൈദ്യരുടെ ജീവിതം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയാ. ഈ ഒരു അവസ്ഥയില് അവക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാല് ഉറപ്പായും അവളുടെ വിവാഹം വേറെ നടക്കില്ല. അതുകൊണ്ടാ എല്ലാം മറച്ചു വെച്ച് അവളെ 2ാമത് കെട്ടിക്കാൻ തീരുമാനിച്ചത്. കുഞ്ഞു നാൾ മുതലേ ബാലേന്ദ്രന് വൈജിയോട് പ്രണയമായിരുന്നു. അവനൊന്ന് വീട്ടിലെ ജോലിക്കാരന്റെ മകനാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും ഞങ്ങളെല്ലാം അവൻ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞപ്പോ അച്ഛൻ അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാ അവൻ ഗൾഫിലേക്ക് പോയതും സമ്പാദിച്ചതും തിരികെ വന്നതും. വൈജിയോടുള്ള സ്നേഹം കാരണമാ അവൻ ഇതെല്ലാം സമ്പാദിച്ചത്. തിരികെ വന്നപ്പോ വൈജി ചോദിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് പിന്നെ മറുത്തൊന്നും പറയാനില്ലായിരുന്നു. അന്ന് അവന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ വൈജിക്കും ഇങ്ങനൊരു അബദ്ധം പറ്റി നിൽക്കുന്ന സമയമല്ലേ, ഞങ്ങളും സമ്മതിച്ചു. അതാണ് ഉണ്ടായത്. വൈജി അന്ന് ഞങ്ങളുടെ എല്ലാം കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറല്ലെന്ന്. ഞങ്ങളാ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ബാലനോട് അവൾക്ക് തുള്ളി പോലും സ്നേഹമില്ലായിരുന്നു. കാരണം അവളുടെ മനസ്സ് മുഴുവനും അയാളായിരുന്നു. അയാളുടെ കുഞ്ഞിനെയല്ലേ അവള് 8-9 മാസം വയറ്റിൽ ചുമന്നോട് നടന്നതും പ്രസവിച്ചതും ഒക്കെ. പിന്നെ അവക്കങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാനാവുമായിരുന്നില്ല. ഞങ്ങളെല്ലാം നിർബന്ധവും വഴക്കവും ഞങ്ങളുടെ എല്ലാം പ്രശ്നം കാരണം അവളിതെല്ലാം ചെയ്തത്. അന്നോടുകൂടിയാ അവളുടെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയത്. കടമ്പിടുത്തക്കാരിയും വാശിയും ദേഷ്യക്കാരിയും ആയത് അന്ന് തൊട്ടാ മോളെ എന്ന് പറയാണ്. ഇല്ലച്ചാ, ഞാൻ കാരണം ഒരിക്കലും ഈ കുടുംബം തകരില്ല. അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നതോടുകൂടി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. അതിന് അച്ഛൻ തടഞ്ഞാലും ശരി, ഞാൻ പോവാ.
ഞാനിവിടെ നിൽക്കുന്നത് ഉചിതമല്ല. അമ്മ സത്യങ്ങളെല്ലാം അറിയാതിരിക്കണമെങ്കിൽ ഞാനിവിടുന്ന് പോകണം. എങ്കിൽ മാത്രമേ അമ്മ സത്യങ്ങൾ അറിയാതിരിക്കുള്ളൂ. ഞാനിവിടെ ഇരിക്കും തോറും ഓരോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അമ്മാവന്മാരൊക്കെ ഇപ്പൊ സത്യങ്ങൾ അറിഞ്ഞല്ലോ. ആരുടെയെങ്കിലും വായിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോകും. അതിനു മുമ്പേ ഞാൻ ഇവിടുന്ന് പോകണം. എല്ലാവരും എന്നെ മറക്കണം. ഞാൻ വന്നതും നിന്നതും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ എല്ലാവരും മറന്ന് എല്ലാവരും പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ്. ഗംഗയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എങ്ങോട്ട് പോകാനാ തീരുമാനം? മോൾ എവിടെ പോയാലും ഞങ്ങളുണ്ടാവും കൂടെ. ഇനിയിപ്പോ ഞങ്ങളുടെ വൈദ്യയുടെ കുഞ്ഞാ നീ. അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞങ്ങൾ കൈയൊഴിയില്ല. നിനക്കൊരാപത്ത് വരാൻ ഞങ്ങളെ സമ്മതിക്കുകയില്ല. നല്ലൊരു വിദ്യാഭ്യാസം അത് നിനക്ക് വേണം. ഇപ്പോ മുടങ്ങിപ്പോയ ആ കോഴ്സൊന്നും അല്ല, നല്ല എന്തെങ്കിലും മോള് പഠിക്കണം. മോള് പഠിക്കാൻ മിടിക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം. എന്നിട്ട് മോളുടെ വിവാഹം, ബാക്കി ജീവിതം, എല്ലാ കാര്യങ്ങളും ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഞാന് മറ്റൊരു കാര്യം ചോദിക്കാൻ അങ്കിളെ വന്നത്. എന്താ മോളെ, എന്താണെങ്കിലും ചോദിച്ചോ. മോക്ക് പണം വല്ലതും വേണോ? എനിക്ക് പണമൊന്നും വേണ്ട. അച്ഛൻ നിർബന്ധിച്ചിട്ടാണല്ലോ ഇപ്പൊ നിങ്ങളെല്ലാം കൂടി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. അതെന്റെ നിലനിൽപ്പിന് വേണ്ടി അച്ഛൻ ചെയ്തതാ, എന്റെ ജീവിതം സുരക്ഷിതമാവാനായിട്ട്. ഞാൻ എവിടെ പോയാലും പണത്തിന്റെ പേരിൽ വിഷമിക്കരുതെന്ന് കരുതിയാ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ഒരിക്കലും അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ മുന്നോട്ട് പഠിക്കാനും എന്റെ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടിയാ അച്ഛൻ അതൊക്കെ ചെയ്തത്. എന്തായാലും എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മോൾ എന്ത് പറയാനാ വന്നത്? അത് പിന്നെ എനിക്ക് എന്റെ അച്ഛനെ പറ്റി അറിയണം. അത് പിന്നെ അച്ഛനെ പറ്റിയോ എന്ന് ചോദിക്കാണ്. അതെ, എനിക്ക് എന്റെ അച്ഛനെ പറ്റി അറിയണം. ആരാ എന്റെ അച്ഛൻ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അത് പിന്നെ അവിടെയുള്ള ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. അതിനോട് മുത്തശ്ശി പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു എന്ന്. അത് ആരാന്ന് എനിക്ക് അറിയണ്ടേ? അവന്റെ പേര് സ്റ്റാൻലി എന്നായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അതെനിക്കറിയാം, അതും ഞാൻ അറിഞ്ഞായിരുന്നു സ്റ്റാൻലി എന്ന്. അതാരാ, എങ്ങനെ ഇരിക്കും കാണാന്? ഫോട്ടോ വല്ലതും ഉണ്ടോ? അതോ എവിടെയാ സ്ഥലം, എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാണ്. അപ്പോ അമ്മയെ തപ്പി വന്ന പോലെ അച്ഛനെ തപ്പി പോകാനുള്ള പണിയാണോ എന്ന് ചോദിക്കാണ്. ഇനിയിപ്പോ അമ്മയെ ഞാൻ കണ്ടു, എനിക്ക് സമാധാനമായി. പക്ഷെ ഞാൻ അറിയാത്ത കുറെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ കാരണം. ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛനമ്മയും തമ്മിൽ ഇങ്ങനെയൊക്കെ പിരിയണമെന്നും ഈ കുടുംബം ഇങ്ങനെ ശിഥിലാവണമെന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചത് കൂടിയല്ല. പക്ഷെങ്കിൽ ഞാൻ കാരണം അതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ ഞാനിവിടുന്ന് പോകേണ്ട സമയമായി. ഒരിക്കലും ഞാൻ ഇവിടെ തുടരാൻ പാടില്ല. എൻ്റെ അമ്മ സത്യങ്ങളൊന്നും അറിയരുത്. പക്ഷേ എൻ്റെ അച്ഛനാരാണെന്ന് എനിക്ക് അറിയണം. എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയതല്ലേ, എന്തിനാണെന്നും എനിക്കറിയണം. വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയാണെങ്കിലേ എനിക്ക് ചോദിക്കണം, എൻ്റെ അമ്മയോട് എന്തിനാ അങ്ങനെ തെറ്റ് ചെയ്തതെന്ന്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവന് വൈജയനെ ജീവനായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. രണ്ടുപേരും അത്ര സന്തോഷത്തോടെയാ അത്രയും കാലം കഴിഞ്ഞുകൂടിയത്. 8ാം മാസത്തില് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ അവൻ പിന്നെ നാട്ടിലേക്ക് വന്നത്. പിന്നീട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരറിവും ഇല്ല. പലരെയും ഞാനും വൈജയും കൂടി വിളിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരറിവും ഉണ്ടായില്ല. ഞാനാണെങ്കിലോ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചതാ. പക്ഷേ ഒരു തുമ്പം കിട്ടിയില്ല. അവസാനമാണ് അവൾ പ്രസവിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. പിന്നീട് 10-23 വർഷമായിട്ട് സ്റ്റാൻലിയെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയത് അവൻ ചതിക്കായിരുന്നു എന്ന്. ഒരു ചതിയനായിരുന്നു വൈജയനെ അത്രയും നാള് സ്നേഹിച്ച് അഭിനയിച്ചത്. പാവം എൻ്റെ അമ്മ ഒരുപാട് തകർന്നു പോയി കാണുമല്ലേ. അന്ന് അയാള് ഒരുപാട് എൻ്റെ അമ്മയെ സ്നേഹിച്ച് പോലെ വഞ്ചിച്ച് കാണും. ഇനി വേറെ പോയി പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. അയാൾ എവിടെയാണെങ്കിലും എനിക്ക് കണ്ടെത്തണം എന്ന് പറയാണ്. അന്നത്തെ ഒരു അഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എനിക്ക് അറിയുള്ളൂ മോളെ, അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. അന്നത്തെ അഡ്രസ്സ് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നുമില്ല. പിന്നെ സ്റ്റാൻലിയുടെ ഫോട്ടോസ് ഒന്നും എൻ്റെ ഇപ്പം ഇല്ല. അതെല്ലാം നീലഗിരിയിലാണ് ഉള്ളത്. എൻ്റെ ഒരു ഫയലില് എവിടെയോ ഉണ്ട് പഴയൊരു ഫോട്ടോ, വൈജയും അയാളോട് നിൽക്കുന്ന ഫോട്ടോ. അതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട്. അതൊക്കെ അവിടെയെങ്ങാണ്ടാ. ഇനി അതൊക്കെ തപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഓഫീസിലെങ്ങാണ്ടാണ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞല്ലോ, അത് മതി. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കാം. അത് പിന്നെ മോളിപ്പോ പോണോ ഇവിടുന്ന്? പോണം, ഞാൻ പോയാലേ പറ്റുള്ളൂ. അതിന് ബാലേന്ദ്രൻ നിന്നെ പോകാൻ സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. സമ്മതിച്ചാലില്ലേലും ഞാൻ ഇവിടുന്ന് പോകേണ്ട സമയമായി. ഇനിയിപ്പോ ഞാനിവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വൈജ
ഹോസ്പിറ്റലിലൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയം ആലിനുള്ളവനെ അങ്ങോട്ട് വരില്ലെന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രനോട് ആലിനെ നിർബന്ധിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് അവൾ അവിടുന്ന് പോവാണ്. ഈ സമയത്ത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛനെ തപ്പി പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോവണ്ട, ഒന്നും അറിയാതെ നീ എവിടെ പോവാനാ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഇല്ലങ്ങളെ അവളുടെ കൂടെ നീ ഞാനുണ്ടായിരിക്കും. അല്ലടാ, നിനക്ക് ഓഫീസിലേക്ക് പോകണ്ടേ? അതൊക്കെ ഞാൻ സെറ്റ് ആയതോളാം. എല്ലാ ദിവസമൊന്നും ഇല്ലല്ലോ, ചില ദിവസങ്ങളൊക്കെയല്ലേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഞാനവളുടെ അച്ഛനെ തപ്പിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അല്ല, എന്തായാലും നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ അച്ഛനും തപ്പി നടന്നാൽ മതിയോ? നീ ഇപ്പോ എവിടെ താമസിക്കാനാ പ്ലാൻ? അപ്പോൾ മനു പറയുന്നുണ്ട്, എന്റെ ഫ്ലാറ്റിൽ സ്ഥലം ഉണ്ടെങ്കിലേ അവിടെ ആ മനു അലീന താമസിച്ചോളും. അത് മാത്രമല്ല അലീനനെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ. അത് മാത്രമല്ല ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. മരുന്നുകളൊക്കെ കൊടുക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ അറിയുന്ന നല്ല മനസ്സിലുള്ള ആളെ ഡോക്ടറായി വരാണെങ്കിലേ അത് നമുക്കൊരു അന്തസ്സല്ലേ. അത് മാത്രമല്ല നമ്മുടെ തറവാട്ടില് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത് നമുക്കൊരു അന്തസ്സല്ലേ എങ്കിലേ. അതുകൊണ്ട് ഡോക്ടറാക്കാനാ എന്റെ ആഗ്രഹം. ഇനി അലീനയുടെ ആഗ്രഹം കൂടി അറിഞ്ഞിട്ട് വേണം അതിനുള്ള ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിലേ ഒരു 5-6 വർഷം കൊണ്ട് ഡോക്ടർ അലീന എന്ന് വിളിക്കേണ്ടവർ ഞങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പം അലീന പറയാണ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മോഹങ്ങളൊന്നും എനിക്കില്ല. ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു പോണം, അത് പറ്റില്ല. ഇത്രയും കാലം നിനക്ക് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. നിന്റെ അമ്മയെ കണ്ടെത്തണം, അച്ഛനെ കണ്ടെത്തണം, അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനല്ല. നിനക്കിനി ലക്ഷ്യം വേണം, നീയേ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാതിരിക്കണമെങ്കിലേ നമുക്കൊരു പിടി വേണം, നമുക്കൊരു ജോലി വേണം, ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസ് വേണം. അതുകൊണ്ട് തന്നെ മോള് ഒരു പെൺകുട്ടിയാ. ഇനിയിപ്പോ അങ്ങോളം മോൾക്ക് ജീവിക്കണമെങ്കിലേ മോളുടെ കയ്യിൽ ഒരു തൊഴിൽ വേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് മോള് പഠിച്ച് ഒരു ജോലി മേടിക്കണം. അത് ഈ അച്ഛൻ്റെയും കൂടെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് തീരുമാനിച്ചാൽ മതി. മനു, കോളേജും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തീരുമാനിച്ചാൽ മതി. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ മതി എന്ന് പറയാണ്. അപ്പോ അമ്മയുടെ പേര് എന്താ എഴുതണ്ടേ എന്ന് അലീന ചോദിക്കുമ്പം അതൊക്കെ നമുക്ക് അപ്പ തീരുമാനിക്കാം. ഇപ്പൊ എന്തായാലും നീ പോവാൻ തീരുമാനിച്ചല്ലോ. ഞാനും നിന്റെ കൂടെ വന്നാലേ പിന്നെ വൈജ അതിലപ്പുറം പ്രശ്നം ഇവിടെ ഉണ്ടാക്കും. അവളെന്തായാലും ഇപ്പൊ നീ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചിരിക്കാം. ആ ഒരു സമ്മതത്തിനെ ഞാൻ പതിയൊന്ന് തലയാട്ടിയിരിക്കാം. എന്തായാലും ഇത്ര വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് മാത്രം ഞാൻ തലയാട്ടി അവളുടെ മുമ്പിൽ ഒരു പാവയെപ്പോലെ നിൽക്കാൻ പോവാ. അവളുടെ ആങ്ങളമാരൊക്കെ വന്നെന്റെ കാല് പിടിച്ചതുകൊണ്ട് മാത്രം. അതുകൊണ്ടാ ഞാനിപ്പോ നിന്റെ കൂടെ വരാത്തത്. പിന്നെ മനുവിന്റെ കയ്യിലാണല്ലോ നിന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. വേറെ ആരെ പോലും അല്ല ഇവനെ എനിക്കറിയാം. നിന്നെ അവൻ പൊന്നുപോലെ നോയിക്കോളും. നിനക്കൊരു ബുദ്ധിമുട്ടും ഇവൻ കാരണം ഉണ്ടാവില്ല. എന്നിട്ട് മനോട് പറയുന്നുണ്ട്, ഇവള് പോകുന്ന ഉദ്ദേശം നടത്തിയതിനു ശേഷം തീർച്ചയായിട്ടും നീ എന്നെ വിളിക്കണം. ഞാനപ്പോൾ വരും. എന്നിട്ട് വേണം ഇവളെ ഒരു കോളേജിലേക്കൊക്കെ ചേർത്ത് നല്ല രീതിക്കുള്ള പഠിപ്പിക്കാനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് അലീന പടിയിറങ്ങാണ്. കൃഷ്ണമോള് വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പൊ ബാലനും പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് കണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഒരു ചേച്ചി പഠിക്കാൻ നാട്ടിലേക്ക് പോയില്ലേ, അതങ്ങ് കരുതിയാൽ മതി. അവളും അതിനു വേണ്ടിയിട്ടാ പോണത്, പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ എന്ന് പറയാണ്. ബബിതയ്ക്കും രോഹിത്തിനും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് മനു പോവാണ്. ഈ സമയത്ത് വൈജയം കൊണ്ട് അതുപോലെ നമ്മുടെ ശിവനും രാജീവനും ഒക്കെ അങ്ങോട്ട് വരുവാണ് കേട്ടോ. ആ സമയത്തും അവളെ ബെഡ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. അത്രയും കാലം നമ്മുടെ അലീന പൊന്നുപോലെ അവളെ നോക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോ അലീനയുടെ ആവശ്യം അവൾക്ക് ഇല്ലാന്ന് അവൾ പറയുന്നുണ്ട്. കാരണം അവൾക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ മറ്റൊരു കെയർ ടേക്കറെ, ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവളെ നോക്കാനായിട്ട്. അങ്ങനെ വീണ്ടും കൈതക്കിലെ നെടുമ്പുരേക്കിലേക്ക് നമ്മുടെ ബൈജ തിരിച്ചെത്താണ് കുറെ കാലങ്ങൾക്ക് ശേഷം. രോഹിത്തും അതുപോലെ തന്നെ ബബിതയും പിന്നെ കൃഷ്ണമോളും ഒക്കെ ആയിട്ട് പഴയതുപോലെ തന്നെ ആ വീട്ടില് എല്ലാവരും കൂടി ജീവിക്കുന്നുണ്ട്. അലീന പോയ സന്തോഷത്തിലാണ് കേട്ടോ വൈജയും അതുപോലെ ബാക്കി എല്ലാവരും. പക്ഷെ ബാലേന്ദ്രനും കൃഷ്ണമോൾക്കും മാത്രം ഭയങ്കര സങ്കടമുണ്ട്. ശിവനാണെങ്കിലും രാജീവനാണെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളെ പോയ കാര്യമൊക്കെ മനു ഒന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു. പിന്നെ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. പിന്നിപ്പോ അവളുടെ അച്ഛനെ അവൾ തപ്പിപ്പോന്നത് അത്ര ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതെന്താ രാജീവ അങ്ങനെ തോന്നുന്നത്? അല്ല, ഇനിയും കാണാം സ്റ്റാൻലി എങ്ങാണം തിരിച്ചു വന്നാലോ? സ്റ്റാൻലി എന്തിനാ തിരിച്ചു വന്നത്? അവനെന്ന് വൈകി ചതിച്ചിട്ട് പോയതല്ലേ, പിന്നെ അവനെന്തിനാ വരുന്നത്? അല്ല, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അവൻ മോളെ വിളിച്ചിട്ടോ കാണാം ഇങ്ങോട്ട് തിരികെ വന്നാലോ? അങ്ങനെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. പ്രശ്നമില്ലാതെ അതൊക്കെ ഡീലാക്കാനേ മനു കൊണ്ട് കൂടെ അവൻ ചെയ്തോളൂ എല്ലാം എന്ന് പറയാണ്.
ശിവൻ പറയുന്നുണ്ട്, എങ്കിലും ഇനി വൈദ്യുതി ജീവിതത്തിലേക്ക് അലീനയോ സ്റ്റാൻലിയോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇത്രയും കൊല്ലം ജീവിച്ച പോലെ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മനസ്സിൽ വൈജയുടെ പണ്ടത്തെ മുഖമൊക്കെ മാറി. ഇപ്പോ ഒരു പിശാചിന്റെ മുഖമാ എന്റെ മനസ്സിലുള്ളത്. വൈജയനെ അത്രയധികം ഞാൻ സ്നേഹിച്ചതാ, പക്ഷെ ഇപ്പം ഒരു തരി പോലും സ്നേഹം എന്റെ മനസ്സിലില്ല. പിന്നെ എന്റെ 3 മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഇവിടെ എന്നെ കടിച്ചു പിടിച്ച് നിൽക്കാണ്. അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ആലിനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നു. ആലിനെയും പറഞ്ഞു അവളുടെ അമ്മ അച്ഛനും സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവളുടെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ ആ കുട്ടി ഇവിടുന്ന് പോയത് എന്ന് പറയുന്നുണ്ട്. ശിവൻ പറയാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പിന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുറപോലെ തന്നെ ചെയ്തോളാം, അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് അവനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ അലീന കൊണ്ട് എറണാകുളത്തേക്ക് പോവാണ്. അവന്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിക്കുട്ടിയോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അവൾ പറയാൻ കേട്ടോ. അപ്പൊ എറണാകുളത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയാണെങ്കിലും ആ ഫ്ലാറ്റിലേക്ക് മനു ക്ഷണിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെയും ഗ്രേസമ്മേനെയും മാമച്ചനെയും കൂടി അങ്ങോട്ടേക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അവൻ ക്ഷണിക്കാണ്. അങ്ങനെ അന്ന് പകല് അങ്ങോട്ടേക്ക് നമ്മുടെ മനുവും അലീനയും കൂടി വന്നല്ലോ. അങ്ങനെ മനുവിന്റെ റൂമില് മറ്റാരില്ല കേട്ടോ, ഇവ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കിച്ചണൊക്കെ കൊണ്ടുവന്ന് മനു പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്നെ ഒരു അന്യായിട്ടൊന്നും കാണണ്ട, ഞാനേ ഇപ്പൊ നിന്റെ മുറച്ചിറക്കണ, അതുകൊണ്ട് നല്ല ധൈര്യത്തോട് തന്നെ ഇവിടെ താമസിച്ചോ, ആരും ഒന്നും പറയാൻ നിൽക്കില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മനു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് റെഡിയായിക്കോ, നമുക്കിത് പുറത്തുപോയി ആഹാരം കഴിക്കാം. അയ്യോ അതെന്തിനാ, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമല്ലോ, അത് മാത്രമല്ല വൈകുന്നേരം അവരൊക്കെ വരുമ്പോൾ ഡിന്നർ റെഡിയാക്കണ്ടേ. ഒന്നും സാരമില്ല, ഇപ്പൊ ഉച്ചയായല്ലോ, നമുക്ക് പുറത്തു പോയി ആഹാരം കഴിച്ച് അവർക്ക് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ മനു ആണെങ്കിൽ അലിനെയും കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവരൊരുമിച്ച് ഹോട്ടലിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിനുശേഷം മനു പറയുന്നുണ്ട്, അതെ ഇത് സിറ്റിയാ, അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാം കേട്ടോ. എനിക്കതൊന്നും താല്പര്യമില്ല, എനിക്ക് ഇങ്ങനത്തെ വേഷം ഇഷ്ടം, എങ്കിലും കുറച്ചുകൂടെയൊക്കെ എക്സ്പെൻസീവ് ആയ ഡ്രസ്സൊക്കെ ധരിക്കണം, അതൊക്കെയല്ലേ നമുക്കൊരു ഇതുള്ളത്. പിന്നെ ഇപ്പൊ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ ക്യാഷ് വന്നല്ലോ, ആ ക്യാഷൊക്കെ അവർ തന്നാലേ എനിക്ക് അതിലോടൊന്നും ഒരു താല്പര്യമില്ല, അത് തൊടാൻ പോലും എനിക്ക് തോന്നില്ല. അത് സാരമില്ല, അതൊക്കെ ഇനി അലീനയ്ക്കുള്ളതാ, പക്ഷേ ഇന്ന് എൻ്റെ വക കേട്ടോ ഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മനു ആണെങ്കിൽ അലീനയ്ക്ക് പോയി നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചുരിദാറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം രണ്ടുപേരും വൈകുന്നേരത്തേന് അവരെ സൽക്കരിക്കാനൊക്കെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ വന്നിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷത്തിൽ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും എങ്ങനെയായിരിക്കും, നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഒരു രീതിക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് എല്ലാം പാചകമൊക്കെ ചെയ്യാണ്. രണ്ടുപേരും അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും കൂടുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും വൈകുന്നേരം എത്തുമ്പോഴേക്കും എല്ലാ ഐറ്റങ്ങളും ചിക്കനും ബീഫും അതുപോലെ അതിനുള്ള എല്ലാ ഐറ്റങ്ങളും ഇവർ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര ഐറ്റമൊക്കെ റെഡിയാക്കിയത്, ഞങ്ങൾ രണ്ടും കൂടിയാ എന്ന് പറയുമ്പോഴേക്കും ഗ്രേസമ്മ പറയുന്നുണ്ട്, സത്യം പറയാലോ എൻ്റെ മനസ്സിൽ തട്ടിയൊരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരും തമ്മിലെ നല്ല ചേർച്ചയുണ്ട്, കണ്ടാലേ ഒരു വീട്ടില് ഭാര്യയും ഭർത്താവാണെന്ന് പറയുള്ളൂ, അത്രയ്ക്ക് ചേർച്ചയുണ്ട് എന്ന് പറയുമ്പോഴേക്കും മനു അലീനയും പരസ്പരം നോക്കുകയാണ് കേട്ടോ. മാമച്ച പറയുന്നുണ്ട്, ഇനിയിപ്പോ കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിന്റെ സ്വന്തം ഉറപ്പുണ്ടാന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ അതൊന്നും ഇല്ല അല്ല അലീന, കാരണം അലീനെ പഠിപ്പിച്ച് ഞാൻ ഡോക്ടറാക്കാൻ പോവാം. ഡോക്ടറോ? അതെ, ഡോക്ടറാക്കാൻ പോവാം. എന്റെ ആഗ്രഹം അതാ. ഇനി അലീനയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചറിയണം. ഇനിയിപ്പോ അലീനയ്ക്ക് നല്ലൊരു കോളേജ് കണ്ടെത്തി അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് അലീനനെ പഠിപ്പിക്കാൻ വിടാൻ പോവാം. ഇനിയിപ്പം ആരും തപ്പി നടക്കോ, ഒരു വീട്ടിലെ ഹോം നേഴ്സായിട്ട് ജോലിക്കായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും അലീനയ്ക്കില്ല. കൊല്ലപ്പള്ളി വീട്ടിലെ കൊച്ചുമോളാ അലീന, അപ്പൊ അവക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി പറയാണ്, എന്തായാലും ചേച്ചിയുടെ ഭാഗ്യം തന്നെയാട്ടോ ഇതുപോലെ ഒരാളെ കൂട്ടുകിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഗ്രേസമ്മ ചോദിക്കാണ്, അല്ല അലീന, നീ നിന്റെ അച്ഛനെ തപ്പി പോവാണോ? അതെ, ഇനി എന്റെ അച്ഛനെ കൂടി കാണണം, എന്നിട്ട് ചോദിക്കണം എന്തിനാ എന്റെ അമ്മയും വലിച്ചു തന്നിട്ട് പോയതെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതൊന്നും എനിക്ക് നേരിട്ട് കണ്ട് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ല, എവിടെയാണെന്നോ എന്താണെന്നോ രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു പിടുത്തമുണ്ടോ? ചെറിയതായിട്ടൊക്കെ ഒരു ക്ലൂസ് ഒക്കെ ഉള്ളൂ, അതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലൊക്കെ പോയി കണ്ടുപിടിക്കണം, അതാ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയാണ്.
ഗ്രേസമ്മ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാൻ കേട്ടോ. കഴിച്ചതിന് ശേഷം ഗ്രേസമ്മ പറയാണ് അങ്ങനാണെങ്കിൽ ഞങ്ങളിന്ന് പോവാ എന്ന് പറയുമ്പോഴേക്കും മനു പറയാണ് അയ്യോ ഇപ്പൊ രാത്രിയായില്ലേ, ഇനി ഡ്രൈവ് ചെയ്ത് പോകണ്ടേ, നാളെ രാവിലെ പോയാൽ മതി. അയ്യോ വേണ്ട, ഇദ്ദേഹത്തിന്റെ മരുന്നൊക്കെ വീട്ടിൽ ഇരിക്കുക, എല്ലാം പോയിട്ട് നൈറ്റ് കഴിക്കാനുള്ളതാ. എന്തായാലും ഒത്തിരി സന്തോഷമായി, നിങ്ങൾ നൽകിയ ഫുഡിനെക്കാട്ടിലും നല്ലതേ ഈ മനു അതിനെ ചേർത്ത് നിർത്തത് കാണുമ്പോഴാണ്. രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്റെ രേവതിക്കുട്ടി മോളെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കാനും ഒരാൾ വേണമെന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ എന്നാലും ആ ആഗ്രഹം സാധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട് മോനെന്ന് ഗ്രേസമ്മ കണ്ണു നിറഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പോഴേക്കും രേവതിക്കുട്ടി അതിനെ പറ്റിച്ചേർന്ന് നിൽക്കാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ പറയാണ് അല്ല രേവതിക്കുട്ടി, നിനക്കിവിടെ ഒരു ദിവസം നിൽക്കണമെന്നുണ്ടോ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരായിരുന്നു. മനു അങ്ങനാണെങ്കിലേ അവൾ ഒരു ദിവസം അവളുടെ ചേച്ചിയോടെ തങ്ങട്ടെ, ഞങ്ങൾ നാളെ വന്ന് വിളിച്ചോളാം. മനു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാളെ എന്തായാലും അവളുടെ അച്ഛനെ തപ്പി ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ രേവതിക്കുട്ടിയെ അങ്ങോട്ട് കൊണ്ട് ആക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ രേവതി ഞങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് പറയുന്നുണ്ട്. രേവതി ഗ്രസമയോട് നോക്കുമ്പോഴേക്കും ഗ്രസമ പറയാണ് രേവതിക്കുട്ടിയുടെ ഇഷ്ടം പോലെ, നിനക്ക് എപ്പോ വരാൻ തോന്നുന്നോ അപ്പൊ വന്നാ മതി എന്നും പറഞ്ഞിട്ട് ഗ്രേസമയും മാമച്ചനും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പ്ലേറ്റ്സ് ഒക്കെ പറക്കി വെക്കാനും ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ രേവതിക്കുട്ടിയും കൂടുന്നുണ്ട്. അങ്ങനെ മാനുവും രേവതിക്കുട്ടിയും അലീനയും കൂടി ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കാണ്. ശേഷം മനു പറയുന്നുണ്ട് നല്ല വൈബുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കുട്ടിക്കണ്ട് ബാൽക്കണിയിലേക്ക് പോവാണ്. അവിടെയാണെങ്കിലോ നല്ല രീതിക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അവിടെ ഇരിക്കാനൊക്കെ കുറെ സോഫകളും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ടേബിളും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കാണിച്ചു കൊടുക്കാണ്. അത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സിറ്റി മൊത്തം കാണാവുന്നത്രയും നല്ല മനോഹരമായ രീതിയിലാണ് കേട്ടോ അവിടെ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം വന്നാലേ ഇവിടെ ഒത്തുകൂടുക എന്ന് മനു പറയാണ്. രേവതിക്കുട്ടി മനുവും അലീനയും അങ്ങനെ രാത്രി കുറെ നേരം ആ സ്നേഹനേഹത്തിലെ കാര്യങ്ങളും പഴയ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ അവരിയ്ക്കാണ്. അങ്ങനെ രാവിലെ ആവുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ അലീനയും മനുവും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവര് മൂന്നുപേരും കൂടി നമ്മുടെ സ്റ്റാൻലിയെ തപ്പി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു പോകുന്ന വഴിക്കൊക്കെ ഒരുമിച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കുകയും അതുപോലെ മനു മേടിച്ചു കൊടുത്ത നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ അലീന പോണതും. അപ്പൊ അലീനോട് മനു പറയുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. രേവതിക്കുട്ടി കണ്ടില്ലേ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. നല്ല മുടിയൊക്കെ നല്ല അഴിച്ചിട്ട് നല്ല സെറ്റപ്പ് നല്ല രീതിക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം അലീന നല്ല റിച്ച് ലുക്കിലാക്കുന്നുണ്ട്. എന്നിട്ട് നേരെ കടയിലേക്ക് കൊണ്ടുപോയി ഒരു ലേഡീസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവളെപ്പോഴും ഒരു കറുത്ത സ്റ്റഡും ഒരു കുരിശുമാലയാണ് ഇടാറുള്ളത്. അത് മാറ്റിയിട്ട് നല്ല മാലയും അതുപോലെ തന്നെ ഇയറിങ്സും വളയൊക്കെ വാങ്ങിച്ചു കൊടുക്കാണ്. ഇനി മുതൽ ഇതൊക്കെ ധരിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ല വില കൂടി ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാണ്. അങ്ങനെ മനുവും രേവതിയും അലീനയും കൂടി സ്റ്റാലിൽ തപ്പിയ അന്വേഷണത്തിലാണ്. അവരുടെ പഴയ വീടിന്റെ അഡ്രസ്സ് ഗംഗയുടെ കൊടുത്തല്ലോ, ആ ഒരു അഡ്രസ്സും കൊണ്ട് നേരെ അലീനയും അതുപോലെ രേവതിക്കുട്ടിയും മനുവും കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോ ഇപ്പൊ പുതിയ താമസക്കാരാണ്. അങ്ങനെ 29 വർഷം മുമ്പ് ഇവിടെ താമസിച്ച ആളൊക്കെ ചോദിക്കുമ്പം അവര് പറയുന്നുണ്ട് ഞങ്ങള് 10 വർഷം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിനോട് താമസിച്ചവരോട് ചോദിക്കണം, ഞങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു അറിവില്ലെന്ന് പറയാണ്. അങ്ങനെ പണ്ട് താമസിച്ച അയാളുടെ നമ്പർ മേടിക്കാണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഇവർ ചെല്ലുന്നുണ്ട്. ശേഷം ഇവരോട് വിട്ടിട്ട് പോയ സ്റ്റാൻലിയെ കുറിച്ച് അന്വേഷിക്കാണ്. അവരാ ഞങ്ങൾക്ക് വിറ്റത്, അയാളൊരു പട്ടാളക്കാരനായിരുന്നു. അവർ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇങ്ങനെ വീട് വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നല്ല ചുടുവിലക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് എന്ന് പറയാണ്. അവരെ കുറിച്ച് പിന്നെ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നും അറിയില്ല എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അവരെന്താ പറഞ്ഞത് പാലക്കാടോ അങ്ങോട്ട് പോകുന്നാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്കറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനു ഓർക്കാണ് അപ്പൊ ഇനി നമ്മള് പാലക്കാട്ടേക്ക് പോവാണോ? അലീന ചോദിക്കാണ് എന്താ ചെയ്യാ? അല്ല എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടെത്തണ്ടേ? അല്ല പാലക്കാട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജില്ലയാണെന്നാണ് നീ ഓർത്തത്, വലിയ ജില്ല. അവിടെ പോയിട്ട് ഇങ്ങനെ ആളെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് അവരെന്ന് ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. പാലക്കാട് ഏതൊരു വലിയ ഹോസ്പിറ്റലാ, അങ്ങോട്ടേക്ക് പോവാണെന്നൊക്കെ അവര് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിനടുത്ത് എവിടെയോ സ്ഥലം മേടിച്ചുവെന്നോ വീട് വെച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടു. അല്ല അന്ന് അദ്ദേഹം നേരിട്ട് വന്നില്ലേ? ഇല്ല, അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടാ അന്ന് സ്ഥലമൊക്കെ വിട്ടിട്ട് പോയത്. മോൻ എവിടെയും ചോദിച്ചപ്പോ എന്തോ ഒരു ആക്സിഡന്റ് ആണെന്നോ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞത് കേട്ടു. ഒന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല.
10-21 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, പാലക്കാടുള്ള വലിയൊരു ഹോസ്പിറ്റല്, അതിനടുത്ത് വീട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അന്വേഷണം നടത്താം. സ്റ്റാൻലി, മിലിറ്ററിക്കാരൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിനടുത്ത് വീട്, ഈ 3 ക്ലൂവും കൊണ്ട് നമുക്കത് അന്വേഷിച്ച് നോക്കാം അല്ലേ എന്ന് പറയാണ്. അപ്പോ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അപ്പോ ഞാനെന്ത് ചെയ്യും? മനു പറയുന്നുണ്ട്, ആ രേവതിക്കുട്ടി കൂടെ കുടിക്കോ, കാരണം അലീനയ്ക്ക് ഒരു ഒറ്റപ്പെടൽ ഫീല് വേണ്ട. മനുവായിട്ടുള്ളപ്പോ എനിക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ല. ഓഹോ, അപ്പൊ ഞാൻ പോണെന്നാണ് ചേച്ചി പറഞ്ഞത്. നീ പോയി, ഞാൻ അങ്ങനൊന്നും പറഞ്ഞതല്ല. എന്തായാലും നമുക്കതൊരു ട്രിപ്പ് പോലെ 3 പേർ കൂടെ അങ്ങ് പോകാം. രേവതിക്കുട്ടി ഒത്തിരി നാളായല്ലോ ട്രിപ്പൊക്കെ പോയിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും അലീനയും മനുവും കൂടിയിട്ട് നേരെ പാലക്കാട്ടേക്ക് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാലക്കാട് ചെന്നതിന് ശേഷം എല്ലാ വലിയ ഹോസ്പിറ്റൽസിന്റെയും ഡീറ്റെയിൽസ് അവർ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വലിയൊരു പണി തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ മനു ആണെങ്കില് അയാളുടെ സുഹൃത്തിന്റെ സഹായത്തോടിയിട്ട് സ്റ്റാൻലി എന്ന പേരുള്ള പാലക്കാട് താമസിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10-30 ആളുകളുടെ പേര് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അഡ്രസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. അഡ്രസ് ഇപ്പോൾ ആധാറിലൊക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ആധാറിന്റെ ഒക്കെ ഒരു സഹായത്തോട് കൂടിയിട്ട് അങ്ങനെയുള്ള സ്റ്റാൻലി എന്ന പേരുള്ള ആളുകളുടെയൊക്കെ നമ്പർ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-25 പേർക്ക് കിട്ടാണ്. അതിൽ നിന്നും ഹോസ്പിറ്റലിനടുത്ത് വീടുള്ള അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കുറച്ചു പേർ ഒഴിവായി പോയി ബാക്കി 10-15 പേർക്ക് കിട്ടാണ് കേട്ടോ. അങ്ങനെ അവരന്ന് രാത്രിയില് ഒരു റൂം എടുത്ത് അവിടെ താമസിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവര് 3 കൂടിയിട്ട് ആ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോയി അന്വേഷിച്ച് നോക്കാണ്. അങ്ങനെ പല പല സ്ഥലങ്ങളിലും അവർ കയറി ഇറങ്ങിയെങ്കിലും ചില സ്റ്റാൻഡുകൾ മരിച്ചു പോയി കാണും, ചിലര് ഇവർ ഉദ്ദേശിക്കുന്ന ആളുമല്ല. അങ്ങനെ 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 പോയി 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 ലാസ്റ്റത്തെ ആളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കാൻ കേട്ടോ. അങ്ങനെ ലാസ്റ്റത്തെ ആളുടെ വീട്ടിലേക്ക് പോയിട്ട് അലീന കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു മുത്തശ്ശി എന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള ഒരാളായിരിക്കും കേട്ടോ അന്ന് കഥ തുറക്കുന്നത്. ആരാ എന്താ വേണം ചോദിക്കുമ്പം ഇത് സ്റ്റാൻലിയുടെ വീടല്ലേ എന്ന് ചോദിക്കാണ്. അതെ, സ്റ്റാൻലിയുടെ വീടാ, എന്റെ മോനാ, ആരാ എന്ത് വേണം ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഞങ്ങളെ അദ്ദേഹത്തെ കാണാൻ വന്നതാ, പഴയ സുഹൃത്തിന്റെ മകനാ എന്നൊക്കെ പറയുമ്പം ആണോ, കയറിയിരിക്കെ അവനെ വിളിക്കാം എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് സ്റ്റാൻലി ഇങ്ങനെ സ്റ്റെയറിങ് വരുന്നുണ്ട്. വടി ഇങ്ങനെ കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുകൊണ്ട് തന്നെ ഇങ്ങനെ വടി കുത്തി കുത്തിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആരാ എന്ത് വേണം എന്ന് ചോദിക്കാണ്. മനു ചോദിക്കാണ്, 10-23 വർഷം മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻലി അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത്. അത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ തന്നെയാ. അപ്പോഴേക്കും അലീന ഒന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിനെ നോക്കി നിൽക്കാണ്. മനു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എവിടെയാ ട്രെയിനിങ് ചെയ്തത്, എവിടെയാ ജോലി ചെയ്തിരുന്നത്? ഞാന് ആഗ്രയിലായിരുന്നു എന്താന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടപ്പം 3 മനസ്സിലാവാണ് തങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇത് തന്നെയാണെന്ന്. അപ്പൊ സ്റ്റാൻലിയുടെ അമ്മയോടുണ്ടായിരുന്നിട്ടോ മനു പറയാണ്, ഒന്ന് പുറത്തേക്ക് വരാവോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയും അതുപോലെ മനുവും പിന്നെ അലീനയും രേവതിക്കുട്ടിയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് കുറച്ച് ഒരു സ്പേസിൽ പോയി നിൽക്കാണ്. ഈ സമയത്ത് സ്റ്റാൻലിയോട് മനു ചോദിക്കുന്നുണ്ട്, അല്ല അന്ന് ആഗ്രയിൽ വെച്ച് നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോവുകയായിരുന്നല്ലോ, എന്താ കാരണം ചോദിക്കുമ്പം അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ, വാലും തലയില്ലാതെ എന്തൊക്കെയാ ചോദിക്കാണോ, നിങ്ങൾ ആരാണെന്ന് ആദ്യം പറ എന്ന് പറയുമ്പോഴേക്കും മനു പറയാണ്, എന്റെ വീട്ടുപേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായേക്കും. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൈതക്കല് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? അദ്ദേഹത്തിന്റെ മകനായ ശിവന്റെ ശിവന്റെ മകനാണ് ഞാൻ, മനു എന്ന് പറയാണ് മനുശങ്കർ. അപ്പോ ഇയാൾ ഓർക്കാണ് കൈതപ്പള്ളിയോ കൈതക്കലോ എന്ന് ചോദിക്കാണ്. അതെ, കൈതക്കലി വീട് കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കാണ്. അപ്പൊ ചോദിക്കാണ് വൈജയന്തിയുടെ എന്ന് ചോദിക്കുമ്പം അതെ, വൈജയന്തി അപ്പൊ ഓർമ്മയുണ്ടല്ലേ, വൈജയന്തിയുടെ സഹോദരന്റെ മകനാ ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സ്റ്റാൻലി അവിടുന്ന് വെച്ച് വീഴാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മനു പിടിച്ച് അവിടെ കസേരയിലിരുത്താണ്. എന്താ അങ്ങളെ, നിങ്ങൾക്കിപ്പോ ഓർമ്മയുണ്ടോ ഞങ്ങൾ ആരാണെന്ന്, എന്താ വാഴുന്നില്ല സംസാരിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിക്കാണ്. 23 വർഷമായിട്ട് നിങ്ങളെ ആദ്യമൊക്കെ കുറെ പേർ അന്വേഷിച്ചതാ, പിന്നെ ആരും അന്വേഷിച്ചില്ല. ഇപ്പൊ പിന്നെ അന്വേഷണങ്ങളുടെ സാഹചര്യം എനിക്കുണ്ടായി, അതുകൊണ്ടാ അന്വേഷിച്ചിറങ്ങിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാൻലി ചോദിക്കാണ്, അല്ല ഇവരൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പം അലീന അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. രേവതിക്കുട്ടിയാണെങ്കിലോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആരാ എന്താന്ന് ചോദിക്കാട്ടോ സ്റ്റാൻലി വീണ്ടും. മനു പറയാണ്, അല്ല
ഞങ്ങളോടൊരു കാര്യം ചോദിക്കാനാ ഇത്ര ദൂരം ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ നിങ്ങളെ കാണാനോ വിളിച്ചോണ്ട് പോകാനോ ഒന്നിനുമല്ല. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. വൈജയന്തിനെ നിങ്ങൾ അന്ന് ഇട്ടിട്ട് പോകുമ്പോൾ 8 മാസം ഗർഭിണിയായിരുന്നു. നിങ്ങൾ വൈജയനെ ഒരുപാട് സ്നേഹിച്ച് വഞ്ചിച്ചു. ആ 8 മാസം കഴിഞ്ഞപ്പോ നിങ്ങൾ നാട്ടിലേക്ക് പോയി. എന്തിനാ ആന്റിയെ വഞ്ചിച്ചത്? അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ആനയുടെ ജീവിതം അതിലൂടെ തകർന്നു പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സ്റ്റാൻലി പറയാണ്, മോനെ, പുറത്തറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല സത്യം. അതിന് പിന്നില് ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഇതുവരേക്കും പുറത്തറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്. അന്നത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ കേട്ടോ. അന്ന് വൈജി അവിടെ പഠിക്കാൻ വന്ന സമയത്ത് ഇയാളുമായിട്ട് ഇഷ്ടത്തിലാവുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും ലിവിംഗ് ടുഗദറിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷപരമായിട്ട് 8 മാസം അവർ ജീവിക്കാണ്. ശേഷം ഇവൾ 8 മാസം ഗർഭിണിയായ സമയത്ത് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുവരെ ആയിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്ന കഥകള്. അതിനുശേഷം എത്രയും ഇവിടെ തിരികെ വരാമെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന സ്റ്റാൻലിക്കാണെങ്കിലോ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ആ ആക്സിഡന്റില് കോമാ സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ സ്റ്റാൻലി. അത് മാത്രല്ല കോമയിലേക്കും പോയി കൈയും അതുപോലെ കാലൊക്കെ ഒടിയുകയും പൂർണ്ണമായും കിടപ്പിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവർക്ക് ഈ ഒരു ചികിത്സാ ചെലവിനൊക്കെ ഒരുപാട് പൈസ വേണം. അതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കണം. അങ്ങനെയാണ് പാലക്കാട്ടിലേക്ക് സ്റ്റാൻലിയുടെ അമ്മയുടെ അച്ഛൻ്റെ നാടായ പാലക്കാട്ടേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. സ്റ്റാൻലിയും കൊണ്ട് അവർ നേരെ ആ വീട് സ്ഥലമൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റിട്ട് അവിടുന്ന് നേരെ പോവായിരുന്നു. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സയിലായിരുന്നു. സത്യത്തില് അതാ സംഭവിച്ചത്. അങ്ങനെയാണ് സ്റ്റാൻലി പറഞ്ഞേട്ടോ. അവിടെ കൊണ്ടതിന് ശേഷം ഏകദേശം 3 മാസത്തോളം ഞാൻ കോമയിൽ തന്നെയായിരുന്നു. കോമയിന്ന് ഉണർന്നപ്പോ ഏകദേശം 3-4 മാസം കഴിഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് വൈദ്യരുടെ മുഖമാണ്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് കുറെ അലറി വിളിച്ചു. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു നടന്ന സംഭവങ്ങളെല്ലാം. വൈജ ഞാൻ മൂലം ഗർഭിണിയായിരുന്നെന്നും അവളെ കാണണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞ് അലറി കരഞ്ഞു. പക്ഷേ ഞാനന്ന് കിടപ്പിലായിരുന്നു. ഒന്ന് ചലിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. എന്റെ അച്ഛനും അതുപോലെ തന്നെ എന്റെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് എഴുന്നേറ്റ് നടന്നിട്ട് പോയി അന്വേഷിക്കാന്നാണ് അവരും പറഞ്ഞത്. അങ്ങനെ വീണ്ടും 3-4 മാസം ഞാൻ അതേ കിടപ്പിലായിരുന്നു. ഒരേ കിടപ്പിൽ തന്നെ കിടക്കുകയായിരുന്നു. എന്റെ കൈ പോലും ചലിക്കുന്നില്ലായിരുന്നു. എന്റെ അമ്മയും അച്ഛനൊക്കെയാണ് ആ സമയത്ത് എന്നെ ഭക്ഷണം പോലും കഴിപ്പിച്ചതും കുളിപ്പിച്ചതും എല്ലാം. അങ്ങനെ 5-6 മാസത്തിന് ശേഷമാണ് വൈജി അന്വേഷിച്ച് വയ്യാതെ ഞാൻ ആഗ്രയിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് വൈജു ഉണ്ടായിരുന്നില്ല. പലരോടും അന്വേഷിച്ചപ്പോ വൈജന്റെ സഹോദരന്മാരൊന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. അതിനുശേഷം ഞാൻ നേരെ അവർ നാട്ടിലേക്ക് ചെല്ലായിരുന്നു. ഞാൻ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച ബാലേന്ദ്രനും അവളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതാ. അന്ന് ഞാൻ ആകെപ്പാട് തകർന്നുപോയി. ഒരുപാട് ഞാൻ അന്വേഷിച്ചു. ആ സമയത്ത് അറിഞ്ഞത് വൈജയ്ക്കുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി, ഒരു പെൺകുഞ്ഞായിരുന്നൊക്കെ. അങ്ങനെ ഞാനും വൈജുമാരുടെ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. ഞങ്ങൾ തമ്മിൽ പറയത്തക്ക ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ ലിവിംഗ് ടുഗദർ ആയതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും അല്ലായിരുന്നു. എന്റെ കുട്ടികളുടെ വയറ്റിലുണ്ടായിരുന്നെങ്കിലും ആ കുട്ടി ഇപ്പൊ മരണപ്പെട്ടു. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി ഞാൻ വീണ്ടും വന്ന് കുറെ കാലം ഞാൻ ആ ഒരു ഷോക്കില് കുറെ കാലം കടന്നു. അങ്ങനെ ഇതാ ഇപ്പോ ഞാൻ ഇങ്ങനെ ജീവിക്കാണ്. ഒരു ഇതുമില്ലാതെയാ ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. എന്തിനാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി എന്റെ തളർച്ചയിൽ കൂടുന്ന അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പണം അതിന്റെ പേരില് എനിക്ക് ചെലവായി. എന്റെ ഹോസ്പിറ്റൽ ബില്ലും ഒക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ താങ്ങാവുന്നതിലധികമായിരുന്നു. പിന്നെ മിലിറ്ററിന്ന് കുറെ സഹായമൊക്കെ കിട്ടിയതുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ജീവണ്ടിരിക്കുന്നേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അതിപ്പോ കേൾക്കുമ്പോഴേക്കും അലീന പൊട്ടിക്കരയുന്നുണ്ട്. മനു പറയാണ്, അങ്കിളെ പിന്നെ എന്തുകൊണ്ടാ അങ്കിള് ഈ സത്യങ്ങളൊന്നും അവരോട് തുറന്നു പറയായിരുന്നത്? ഇപ്പോഴും വൈജയാന്റിയും ആങ്ങളമാരും എല്ലാം കരുതിരിക്കുന്നത് അങ്കിള് അവരെ ചതിച്ചുനാ. വൈജയാന്റി ചതിച്ചു പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞുന്നാ എല്ലാരും കരുതിയിരിക്കുന്നത്. അപ്പൊ സ്റ്റാൻലി പറയാണ്, അന്ന് ഞാൻ അവിടെ വന്നപ്പോ തന്നെ വൈജിയോട് സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാ വന്നത്. പക്ഷേ വൈജി സന്തോഷത്തോടിയിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ മൂലം അവൾ ഒരുപാട് അനുഭവിച്ചു. നാണം കിട്ടുന്നെല്ലാം എനിക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു, അത് മരിച്ചുപോയി. പിന്നീട് അവൾക്ക് നല്ലൊരാൾ വന്ന് വിവാഹം കഴിക്കാന്ന് അറിഞ്ഞപ്പോ അവളുടെ ജീവിതമെങ്കിലും നന്നായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. എനിക്കന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ഒരാളുടെ സഹായം വേണമായിരുന്നു. ആ അവസ്ഥയില് അവളുടെ ജീവിതം കൂടി നശിപ്പിക്കണമെന്ന് കരുതിയിട്ടാ ഞാൻ തിരികെ പോകുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ നോക്കുമ്പോ സ്റ്റാലിന്റെ ഭാഗം തെറ്റില്ല, വൈദ്യുതി ഭാഗം തെറ്റില്ലല്ലോ. രണ്ടുപേരും പരസ്പരം അറിയാതെ പരസ്പരം രണ്ടുപേരും ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ കേട്ട് അലീന നടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ വീണ്ടും. അപ്പൊ സ്റ്റാൻലി ചോദിക്കാണ്, എന്താ കുട്ടിക്ക് പറ്റിയേ, എന്തിനാള് കയറുന്നേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എങ്കിലേ അങ്കിൾ അറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട്. അന്ന് വൈജാന്റി പ്രസവിച്ച മകളെ മരിച്ചിട്ടില്ല, അതാ ഈ കുട്ടി അലീന എന്ന് പറയാണ്. അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലി അങ്ങ് വല്ലാണ്ടാവുന്നു കേട്ടോ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? അലീനയോ?
അന്ന് പിന്നെ മരിച്ചു പോയെന്ന് പറഞ്ഞതോ? അപ്പോഴേക്കും മനു പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. വൈദ്യ പ്രസവിച്ചതും മുത്തശ്ശൻ മരിച്ചു പോയെന്നുള്ള കള്ളം പറഞ്ഞതും സ്നേഹനികത്തിലേക്ക് കൊണ്ടാക്കിയതും 10-21 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രജിത്താമ്മ കാണാൻ വന്നതും അലീനെ കൂട്ടിക്കൊണ്ട് വന്നതും അങ്ങനെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാ കുറിച്ചും പറയാണ്. ഇത് കേട്ട് സ്റ്റാൻലിയും പൊട്ടിക്കരയുന്നു കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി വന്നിട്ട് മോളേന്നും പറഞ്ഞ് അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കണ്ട് മനുവും രേവതിക്കുട്ടിയും എല്ലാം കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ അറിഞ്ഞ സത്യങ്ങളെല്ലാം നീയാണ് മോളെന്നുള്ള സംഭവം വൈജ അറിഞ്ഞു ചോദിക്കുമ്പം ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല, മോള് മരിച്ചു പോയെന്നാ വൈജാന്റെ കരുതിരിക്കുന്നേ എന്ന് മനു പറയുന്നുണ്ട്. അല്ല, അപ്പൊ വൈജി അറിയിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം മാനി പറയുന്നുണ്ട് അവിടുത്തെ സാഹചര്യം ഇപ്പൊ വഷളായിരിക്കാണ്. ബാലദിനങ്ങളെല്ലാം അറിഞ്ഞിട്ട് വൈജാനൻ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും സത്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ മരിച്ചു പോയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനി മറച്ചു വെക്കാനുള്ള തീരുമാനം. പിന്നെ അലിനയ്ക്ക് നിർബന്ധമായിരുന്നു എന്തുകൊണ്ടാ അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞെന്ന് ഈ അച്ഛനോട് ചോദിക്കണമെന്ന്. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്നും പറയുന്നുണ്ട്. അപ്പൊ സ്റ്റാൻലി പറയാണ് ഇപ്പൊ മനസ്സിലായല്ലോ അച്ഛൻ ചതിച്ചിട്ടില്ലെന്ന്. ഒരിക്കലും മോളുടെ അമ്മേനെയും അച്ഛൻ ചതിക്കാൻ വിചാരിച്ചിട്ടില്ല. ദൈവത്തിന് വിധിയായിരുന്നതെല്ലാം വിധി കൊണ്ട് സംഭവിച്ചു പോയതാ. ഞാൻ തിരികെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് പുതിയൊരു ജീവിതത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ അവളുടെ ജീവൻ നശിപ്പിക്കണമെന്ന് കരുതിയിട്ടാ. കുഞ്ഞും ഇല്ലല്ലോ. എന്റെ കുഞ്ഞിനെ ഞങ്ങൾ തിരിപ്പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോ ഞാനും തകർന്നു പോയി. അതുകൊണ്ടാ ഞാൻ ഒന്നും അറിയിക്കാതെ ഇത്രയും കാലം ജീവിച്ചത്. വൈദ്യയുടെ മുമ്പിലേക്ക് പോലും ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാൻലിയും അലീനയൊക്കെ അവിടുന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. മനു പറയാണ് ഞങ്ങൾക്കൊന്ന് കാണാനുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ തിരികെ പോവാനോ? എങ്ങോട്ട്? എന്റെ മോളല്ലേ ഇത്. അവിടുന്ന് എന്തായാലും വൈദ്യ അറിഞ്ഞിട്ടില്ലല്ലോ സ്വന്തം മോളാന്ന്. അങ്ങനെ പറയുമ്പം അലീന ഇനി എന്റെ കൂടെ താമസിക്കണ്ടേ എന്ന് ചോദിക്കാണ്. മനു പറയുന്നുണ്ട് അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്കിളിനെ കണ്ടെത്തിയ കാര്യം പോലും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അലീനെ ഇപ്പോഴും നിർത്തി പറഞ്ഞേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അലീന എന്റെ കൂടെ തന്നെ വരട്ടെ. പിന്നെ ഇതെന്റെ അഡ്രസ്സാ, അതുപോലെ തന്നെ ഇതിൽ ഫോൺ നമ്പറും ഉണ്ട്, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അലീനാണെങ്കിലോ വീണ്ടും പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛ, സത്യമായിട്ടും ഇത്രയും കാലം ഞാൻ അച്ഛനെ വെറുക്കായിരുന്നു. അച്ഛൻ ഞങ്ങളെ ചതിച്ചൊന്നും കരുതിയിട്ട് ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. അമ്മയ്ക്ക് വേണ്ടി എല്ലാം അച്ഛൻ വിട്ടുകൊടുക്കാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അച്ഛൻ വേറെ വിവാഹം കഴിച്ചില്ലെന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ വിവാഹമൊന്നും കഴിച്ചില്ല. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ എല്ലാം മറന്നു. എന്റെ മനസ്സിൽ വൈജ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റാൻലി പറഞ്ഞു കേട്ടോ. അങ്ങനെ രാത്രിയാവാണ്. അവിടുന്ന് മനുവലിനെ ഫുഡൊക്കെ കഴിക്കുന്നു കേട്ടോ. ശേഷം സ്റ്റാൻലിയോട് അലിന്റെ യാത്ര പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട് മോളെ, ഞാൻ മോളുടെ അച്ഛനാ, ഇനി മോളൊന്ന് മറക്കരുത്. മോളുടെ വരാനായിട്ട് അച്ഛന് കാത്തിരിക്കും. മോളുടെ ഇനി ബാക്കിയുള്ള കാലമൊക്കെ എന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു കേട്ടോ. മനു പറയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ അലീനയ്ക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്. എല്ലാരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാരും മനസ്സിലാക്കിയതിനു ശേഷം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യാത്രയൊക്കെ പറഞ്ഞ് അവർ നേരെ എറണാകുളത്തേക്ക് പോവാണ്. അങ്ങനെ എറണാകുളത്തേക്ക് പോയതിനു ശേഷം രേവതിക്കുട്ടീനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു കേട്ടോ. ഈ സമയം മനു അലീനയും ഗ്രേസബിയുടെ മാമച്ചോടും കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ. അമ്മയാണെങ്കിലോ മോള് മരിച്ചെന്ന് പോലും കരുതിയിരിക്ക. അച്ഛനും അങ്ങനെ തന്നെ. എന്തായാലും മോളുടെ വിധി വല്ലാത്ത വിധിയായി പോയി. സാരയില്ല, ഇപ്പോഴെങ്കിലും അച്ഛനമ്മ തിരിച്ചറിയാൻ പറ്റിയല്ലോ. അല്ല, ഇനി മോളുടെ പ്ലാൻ എന്താ? അച്ഛനോട് പോകാനാണോ അതോ അമ്മയുടെ അടുത്ത് നിൽക്കാനാണോ എന്ന് പറയുമ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല ആന്റി. കാരണം ഇപ്പോ തീരുമാനിക്കാനും ആളുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും പോയി നടന്ന സംഭവങ്ങളെല്ലാം പറയണം. അച്ഛന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എല്ലാവരും അറിയിക്കണം. അതിനുശേഷം എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യുമെന്ന് അലീന പറയാൻ കേട്ടോ. അങ്ങനെ മനു അലീനയും കൂടി നേരെ അവന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇവർ നേരെ നമ്മുടെ കൈതക്കിലേക്ക് നിലമ്പൂരേക്കിലേക്കൊക്കെ പോവാണ് കേട്ടോ. കൊലപ്പള്ളിയിലേക്കൊക്കെ പോവാണ്. കാരണം സംഭവങ്ങളെല്ലാം ഇനി എല്ലാവരും പറയണമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ അലീന പോയി അച്ഛനെ കാണുന്ന സീൻ. അതൊക്കെ ഭയങ്കര ഇമോഷണൽ സീനാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു കേട്ടോ. അച്ഛന്മാരുടെ സീനൊക്കെ ഭയങ്കര ഇമോഷണലും അതുപോലെ തന്നെ ഒത്തിരി 2-3 എപ്പിസോഡൊക്കെ ആയിട്ടുള്ള ഒരു സീനൊക്കെയാണ്. നമ്മളിത് പെട്ടെന്ന് പറഞ്ഞു തീർത്തോണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഫീൽ അത്രയൊക്കെ അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.